ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു നിമിഷമെങ്കിലും മമ്മി എന്റെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയാലേ എനിക്ക് പിന്നെ ഈ ജീവിതം വേണ്ട. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ മമ്മിയെ. ഒന്നുമില്ല കുട്ടി. ഒന്നുമില്ലെന്നൊന്നും പറയണ്ട. എന്തോ ഒരു വിഷമം മുത്തശ്ശി അലട്ടുന്നുണ്ട്, അത് ഉറപ്പാ. മുത്തശ്ശിക്ക് എല്ലാ കാര്യത്തിലും ടെൻഷനാ മോളെ. പുറമേക്ക് നല്ല ധൈര്യമൊക്കെ കാണിക്കും, പക്ഷെ വീട്ടിനകത്തുള്ള ഓരോരുത്തരുടെ കാര്യത്തിലും മുത്തശ്ശിക്ക് ടെൻഷനാ. എന്റെ അമ്മയെ പോലെ തന്നെ. ഒരു കാര്യം ചെയ്താൽ മതി മുത്തശ്ശി. ഇനി മുതല് മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമമൊക്കെ തോന്നിക്കഴിഞ്ഞാലേ എന്നോട് പറഞ്ഞാ മതി. ഞാനത് മനസ്സിൽ കൊണ്ടുനടക്കാനൊന്നും പോണില്ല. ഞാൻ നേരെ പൂജാമുറിയിൽ കയറി അത് ദൈവത്തിന് കൈമാറും. എന്നിട്ടേ മുത്തശ്ശി ആഗ്രഹിക്കുന്നതൊക്കെ സാധിച്ചു കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്റെ ജോലിയും തീരും, മുത്തശ്ശി ആഗ്രഹിക്കുന്ന കാര്യം ദൈവം നടത്തി തരുകയും ചെയ്യും. എങ്ങനെയുണ്ട് അച്ഛാ? മോള് ചിന്തിക്കുന്നതും മോൾ ആഗ്രഹിക്കുന്നതും ഒക്കെ ദൈവം നടത്തി തരട്ടെ. ഞാൻ അകത്തേക്ക് പോട്ടെ മുത്തശ്ശി. കണ്ടോ നന്ദ, മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പോലും എന്തൊരു ശ്രദ്ധയാ. ഈശ്വര, എന്റെ മോൾക്കൊന്നും വരുത്തരുതേ. ഈ നന്മയ്ക്കൊക്കെ കൂലി ഇല്ലാതിരിക്കുമോ അമ്മേ? കൃഷ്ണമോൾക്കൊന്നും സംഭവിക്കില്ല. അയ്യോ, ഈ കൊച്ചു എന്തീ കാണിക്കുന്നേ? ചാടല്ലേ കൊച്ചേ, ഇങ്ങോട്ട് താഴെ ഇറങ്ങ്. കേട്ടൂടെ? ആരെങ്കിലും ഒന്ന് പിടിച്ച് താഴെ ഇറക്കി കൊച്ചിന്. കൊച്ചെ ചാടല്ലേ, ഇങ്ങോട്ട് താഴെ ഇറങ്ങ. ഇങ്ങോട്ട് ഇറങ്ങ. ചാടല്ലേ കൊച്ചെ, ഇങ്ങ് താഴെ ഇറങ്ങിക്കേ. എന്തീ കാണിക്കുന്നേ? ഞങ്ങള് പറയുന്നത് കേക്ക് മോളെ. താഴോട്ട് ഇറങ്ങ്. ചാടല്ലേ, താഴെ ഇറങ്ങ്. മോളെ ചാടല്ലേ, ഇറങ്ങ്. താഴേക്ക് ഇറങ്ങോ. ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ. മാം, ദേ ഗാഥ മാഡം. ഇറങ്ങിക്കേ. ചാടല്ലേ, ചാടല്ലേ മോളെ, പറയുന്ന കേക്കോ. എന്റെ അടുത്തേക്ക് വരരുത്. വന്നാ ഞാൻ താഴേക്ക് ചാടും. അമ്മ പറയുന്നൊന്ന് കേക്ക്. എന്നോട് ആരും ഒന്നും പറയണ്ട. അതെ മാഡം, മമ്മി പറയുന്നൊന്ന് അനുസരിക്ക്. എനിക്കിനി ജീവിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാ. എന്നോട് ആർക്കും ഒരു സ്നേഹമില്ല. ആർക്കും വേണ്ടത്ത ഞാൻ എന്തിനാ ജീവിക്കുന്നേ? മോളെ, എന്റെ മോളെ, നീ എന്ത് പറഞ്ഞാലും മമ്മി അനുസരിക്കാം. ഇല്ല, പറ്റില്ല. മോളെ പ്ലീസ്, അവളൊന്നും വരുത്തി വെക്കല്ലേ. എന്റെ അടുത്ത് വരരുത്. പൊക്കോ, പൊക്കോ. അതെ, കഴിഞ്ഞ മാസം ഒരുത്തി ഒന്നുകൂടെ കേറിയിട്ട് താഴേക്ക് പോയിട്ട് പൊടി പോലും കിട്ടിയിട്ടില്ല. മുങ്ങിയാ പിന്നെ മൂന്നാം പക്കേ പൊങ്ങൂ. അമ്മയും മോളും തമ്മിൽ വല്ല വഴക്കും നടക്കുന്നുണ്ടെങ്കിലേ അതൊക്കെ വീട്ടിൽ ചെന്ന് തീർക്കണം. വെറുതെ നാട്ടുകാരെ മെനക്കെടുത്തരുത്. നിങ്ങൾ പോലീസിനെ വിളിച്ചേ. രമേശ, നീ ഒന്ന് പോലീസിനെ വിളിച്ചേ. പോലീസിനെ വിളിക്കരുത്. പോലീസിനെ വിളിച്ച പിന്നെ എന്നെ കിട്ടില്ല. അയ്യോ പ്ലീസ് പ്ലീസ്, നിങ്ങളാരും പോലീസിനെ വിളിക്കരുത്. ഞാൻ എന്റെ മോളോട് സംസാരിച്ചോളാം. മോളെ മോളെ മോളെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്നെ കുറിച്ച് മാത്രമേ എനിക്ക് സ്വപ്നങ്ങളുള്ളൂ. ഒന്ന് താഴെ ഇറങ്ങ. നീ ഇങ്ങനെ വെറുതെ ജീവിതം നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ച പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഈ ഭൂമുഖത്തുണ്ടാവില്ല. ഞാൻ പറയുന്നൊന്ന് പ്ലീസ് കേക്ക്. ഒന്ന് താഴെ ഇറങ്ങും മോളെ, പ്ലീസ്. താഴെ ഇറങ്ങും ഗാഥ മാഡം. എന്താടോ? എന്താന്നറിയില്ല സാറേ, പാലത്തിലൊരു ആൾക്കൂട്ടം.
എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറേ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. കേക്ക് പ്ലീസ് മോളെ, താഴെ ഇറങ്ങ്. മോളെ, ഒന്ന് താഴെ ഇറങ്ങ്. എടോ മാണക്കുഞ്ഞെ, ഇങ്ങോട്ട് വാടോ. മോളെ, ഗാഥ മമ്മി പറയുന്ന കേക്ക്. ഒന്ന് ഇറങ്ങ് മോളെ. സാറേ, എടോ പോവാൻ തിരക്കുണ്ട്, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. വഴിയിലൊരു അപകടം കണ്ട എങ്ങനെയാ സാറേ നോക്കാതെ പോകുന്നത്? എടോ അതൊക്കെ നോക്കാൻ നിന്നാലേ സമയം തെറ്റും. താൻ വണ്ടിയെടുത്ത്. ശരി സാർ. ഗാഥ മാഡം, താഴെ ഇറങ്ങ. ഗാഥ മാഡം, മമ്മി ഗാഥ മോളെ. പറയുന്ന കേക്ക്. ഇനി മമ്മി മോളെ നിർബന്ധിക്കില്ല. ചാവാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ അത് ചെയ്തോ. എന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക് മാം. ഗാഥ മാഡം, മാം താഴെ ഇറങ്ങ്. നോ മമ്മി, നോ മാം. മമ്മി പ്ലീസ്. ആരെങ്കിലും ചെന്നൊന്ന് പിടിച്ചേ. എന്തായി കാണിക്കുന്നേ? താഴെ ഇറങ്ങ്. വേണ്ട വേണ്ട. താഴെ ഇറങ്ങ്. എന്റെ മൂക്ക് എന്നോടില്ലാത്ത സ്നേഹം ഇവിടെ വേറെ ആരും എന്നോട് കാണിക്കണ്ട. മമ്മി വേണ്ട. മമ്മി നോ. മമ്മി താഴെ ഇറങ്ങ്. മമ്മി ഇല്ല, ഞാനൊന്നും കേൾക്കില്ല. മമ്മി, മമ്മി. എന്താ മമ്മി ഇപ്പൊ കാണിച്ചേ? എനിക്ക് നീ അല്ലാതെ മറ്റാരാ മോളെ ഉള്ളത്? മമ്മി എന്നെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടല്ലേ. ഒരു നിമിഷമെങ്കിലും മമ്മി എന്റെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയാലേ എനിക്ക് പിന്നെ ഈ ജീവിതം വേണ്ട. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ മമ്മിയെ.